ഹായ് ഫ്രണ്ട്സ്, ഇംഗ്ലീഷ് ഗ്രാമർ പഠനത്തിൻ്റെ ഈ സെഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ടെൻസുകളെ കുറിച്ചാണ്. ടെൻസുകൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇംഗ്ലീഷ് ഭാഷയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്രാമറാണ് ടെൻസ്. എന്നാൽ ഒരു ഗ്രാമർ എന്നതിനപ്പുറം ഇംഗ്ലീഷ് ഭാഷ പഠിക്കാൻ ആഗ്രഹിക്കുന്ന, ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ടെൻസ് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കീയാണ്. കാരണം ഇംഗ്ലീഷ് ഭാഷയിൽ എങ്ങനെയാണ് വാചകങ്ങൾ സൃഷ്ടിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് സെന്റൻസുകൾ മേക്ക് ചെയ്യുന്നത് എന്ന് നമ്മളെ പഠിപ്പിക്കുന്ന നിയമങ്ങളാണ് ടെൻസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ടെൻസ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ഭാഷയുടെ നട്ടെല്ലാണ്. ഇംഗ്ലീഷ് ഭാഷയെ ഒരു വീടിനോട്, ഒരു കെട്ടിടത്തോട് ഉപമിക്കുകയാണെങ്കിൽ അതിൻ്റെ അടിത്തറയാണ് യഥാർത്ഥത്തിൽ ടെൻസ് എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മളൊരു കെട്ടിടം നിർമ്മിക്കുമ്പോൾ ഉറപ്പുള്ള ഒരു അടിത്തറ നമ്മൾ നിർമ്മിക്കും, കാരണം അത് പൊളിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ ഇംഗ്ലീഷ് ഭാഷയുടെ അടിത്തറ, അതിൻ്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ടെൻസ് ആണ്. അതിൻ്റെ ചുമരുകൾ നിർമ്മിക്കപ്പെടുന്നത് വെർബുകൾ കൊണ്ടാണ്. അതുപോലെ അതിൻ്റെ റൂഫിനെ നമുക്ക് വൊക്കാബുലറിയോട് ഉപമിക്കാം. വെർബുകൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ ചെയ്യുന്ന പ്രവൃത്തികളെയാണ് വെർബുകൾ എന്ന് പറയുന്നത്. ഇംഗ്ലീഷ് ഭാഷയിൽ സാധാരണയായിട്ട് 200 മുതൽ 300 വരെ വരുന്ന ക്രിയകളാണ്, വെർബുകളാണ് നമ്മൾ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുള്ളത്. പ്ലേ, ജമ്പ്, സ്ലീപ്പ്, റൈറ്റ്, ഗോ, കം തുടങ്ങിയ നിരവധിയായിട്ടുള്ള വെർബുകളുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ആവശ്യം വേണ്ട വെർബുകളെ, ക്രിയകളെ നമ്മൾ സ്വായത്തമാക്കേണ്ടതുണ്ട്. കൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊന്നാണ് വൊക്കാബുലറി. ഇംഗ്ലീഷ് ഭാഷ നന്നായിട്ട് ഉപയോഗിക്കണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട വൊക്കാബുലറികളിൽ കൃത്യമായിട്ടുള്ള ഒരു അറിവുണ്ടാവണം. അപ്പോൾ വെർബുകളും വൊക്കാബുലറിയും ഭാഷയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. പക്ഷേ അതിനേക്കാളൊക്കെ ഉപരി ഏറ്റവും പ്രധാനപ്പെട്ടത് ടെൻസുകളാണ്. ടെൻസ് പഠിക്കുന്നതിലൂടെ മാത്രമേ നമുക്ക് എങ്ങനെയാണ് ഒരു വാചകം, ഒരു സെൻറ്റൻസ് നിർമ്മിക്കുന്നത് എന്ന് നമുക്ക് പഠിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ടെൻസ് പഠിക്കുന്നത് കൊണ്ടുള്ള പ്രയോജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇംഗ്ലീഷ് ഭാഷ തെറ്റുകൂടാതെ സംസാരിക്കുന്നതിനും തെറ്റുകൂടാതെ എഴുതുന്നതിനും നമുക്ക് ടെൻസ് കൂടിയേ തീരൂ. ഇനി നമുക്ക് ടെൻസുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. സാധാരണയായിട്ട് ടെൻസുകൾ 3 തിരിക്കാറുണ്ട്. 1 പ്രസന്റ് ടെൻസ്, 2 പാസ്റ്റ് ടെൻസ്, 3 ഫ്യൂച്ചർ ടെൻസ്. പ്രസന്റ് ടെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഗതികളെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കാലത്തെയാണ്, ടെൻസിനെയാണ് പ്രസന്റ് ടെൻസ് എന്ന് പറയുന്നത്. പാസ്റ്റ് ടെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. ഫ്യൂച്ചർ ടെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരാൻ പോകുന്ന കാലഘട്ടത്തെ സൂചിപ്പിക്കുന്നതിനാണ് ഫ്യൂച്ചർ ടെൻസ് ഉപയോഗിക്കുന്നത്. ഇംഗ്ലീഷിൽ പ്രസന്റ് ടെൻസിനെ 4 തരംതിരിച്ചിട്ടുണ്ട്, പാസ്റ്റ് ടെൻസിനെ വീണ്ടും 4 തരംതിരിച്ചിട്ടുണ്ട്, ഫ്യൂച്ചർ ടെൻസിനെ 4 തരംതിരിച്ചിട്ടുണ്ട്. അങ്ങനെ ഇംഗ്ലീഷിൽ ആകെ 12 ടെൻസുകളാണ് ഉള്ളത്. ഇപ്പോൾ ഞാൻ പറഞ്ഞു, ഇംഗ്ലീഷിൽ പ്രസന്റ് ടെൻസും പാസ്റ്റ് ടെൻസും ഫ്യൂച്ചർ ടെൻസും ആകെ 12 ടെൻസുകളാണുള്ളത്. അപ്പോൾ നമ്മൾ ടെൻസുകളെ ആധികാരികമായിട്ട് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. അത് പഠിക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ 12 മലയാളം വാചകങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിരത്തും. ആ 12 മലയാളം വാചകങ്ങൾ നിങ്ങൾ വളരെ വ്യക്തമായിട്ട് പഠിക്കുക. 12 മലയാളം വാചകങ്ങളെയും വളരെ വ്യക്തമായിട്ട് പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഇനി പഠിക്കാൻ പോകുന്ന ടെൻസ് പഠനം എന്ന് പറയുന്നത് വളരെ എളുപ്പമായിരിക്കും. ഞാൻ ഇവിടെ അവലംബിക്കുന്ന മെത്തേഡ് എന്ന് പറയുന്നത് റിവേഴ്സ് മെത്തേഡാണ്. റിവേഴ്സ് മെത്തേഡിലൂടെയാണ് ഞാൻ നിങ്ങളെ ടെൻസ് പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതായത് മലയാളത്തിലൂടെ എങ്ങനെ ടെൻസ് പഠിക്കാം എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഞാൻ അതിനു വേണ്ടിയിട്ട് ഒരു സാമ്പിളായിട്ട്, ഉദാഹരണത്തിന് വേണ്ടിയിട്ട് ഞാൻ ഒരു വാചകം മലയാളത്തിൽ ഞാൻ എടുക്കുകയാണ്. അവൻ എഴുതുന്നു. ഇതിനെ ഞാൻ മറ്റൊരു രീതിയിലേക്ക് മാറ്റുകയാണ്. അവൻ എഴുതുകയാണ്. ഇവിടെ ശ്രദ്ധിക്കുക, അവൻ എഴുതുന്നു എന്ന് പറയുന്നത് വളരെ ലളിതമായിട്ട്, വളരെ സിമ്പിളായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. അതിനെ വലിയ അർത്ഥവ്യത്യാസമില്ലാതെ മറ്റൊരു രൂപത്തിലേക്ക് ഞാൻ മാറ്റിയിരിക്കുകയാണ്. അവൻ എഴുതുകയാണ്. ഇനി നമുക്ക് നോക്കാം, അവൻ എഴുതിയിട്ടുണ്ട്. ഒരേ കാര്യം ഞാൻ 3 രീതിയിൽ പറഞ്ഞിരിക്കുന്നു. അവൻ എഴുതുന്നു, അവൻ എഴുതുകയാണ്, അവൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ 3നും ചെറിയ, വളരെ നേരിയ അർത്ഥവ്യത്യാസമുണ്ട്. എങ്കിൽ കൂടി പൊതുവായിട്ട് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഒന്ന് തന്നെയാണ്.
അവൻ എഴുതുന്നു. ഒരു കാര്യത്തെ ഞാൻ ലളിതമാക്കി പറഞ്ഞിരിക്കുന്നു. അവൻ എഴുതുകയാണ്. ഒരു സ്റ്റേറ്റ്മെന്റ് പോലെ, ഒരു പ്രസ്താവന പോലെ ഞാൻ പറഞ്ഞിരിക്കുന്നു. അവൻ എഴുതിയിട്ടുണ്ട്. അപ്പൊ സംഭവം ഇത് പാസ്റ്റ് പോലെ നമുക്ക് തോന്നാം, കഴിഞ്ഞു പോയ കാര്യമല്ല. അവൻ ഇപ്പോൾ എഴുതിയിട്ടുണ്ട് എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. എന്തായാലും അവൻ എഴുതിയിട്ടുണ്ട്. ഇനി നമുക്കതിനെ മറ്റൊരു രീതിയിലേക്ക് പറയാം. അവൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരേ കാര്യം ഞാൻ 4 രൂപത്തിലേക്ക് പറഞ്ഞിരിക്കുന്നു. ഈ 4 അർത്ഥവ്യത്യാസവും വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് മനസ്സിലാക്കുക. ഇനി ഇതിനെ മറ്റൊരു രീതിയിലേക്ക് വീണ്ടും മാറ്റുകയാണ്. അവൻ എഴുതി. ഇവിടെ ശ്രദ്ധിക്കുക, അവൻ എഴുതുന്നു എന്ന് പറഞ്ഞു. ഇവിടെ ഞാൻ 5ാമതായിട്ട് അവൻ എഴുതി എന്ന് പറഞ്ഞിരിക്കുന്നു. വീണ്ടും അവൻ എഴുതുകയായിരുന്നു. ഇവിടെ 2ാമതായിട്ട് അവൻ എഴുതുകയാണ് എന്ന് ഞാൻ പറഞ്ഞിരിക്കുന്നു. ഇവിടെ അവൻ എഴുതുകയായിരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ പാസ്റ്റ് ടെൻസ് ആണ് ഞാനിവിടെ പറയുന്നത്. കഴിഞ്ഞു പോയ സംഭവങ്ങളാണ് ഇവിടെ ഞാൻ പറയുന്നത്. അവൻ എഴുതിയിട്ടുണ്ട് എന്നിവിടെ പറഞ്ഞു. അവൻ എഴുതിയിട്ടുണ്ടായിരുന്നു. അവൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അവൻ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ നിങ്ങൾ ഈ 8 വാചകങ്ങൾ ശ്രദ്ധിക്കുക. ഒരേ കാര്യം ഞാൻ 8 രീതിയിലേക്ക് മാറ്റി പറഞ്ഞിരിക്കുകയാണ്. അവൻ എഴുതുന്നു, അവൻ എഴുതുകയാണ്, അവൻ എഴുതിയിട്ടുണ്ട്, അവൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അവൻ എഴുതി, അവൻ എഴുതുകയായിരുന്നു, അവൻ എഴുതിയിട്ടുണ്ടായിരുന്നു, അവൻ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇനി വീണ്ടും ഇതിനെ മറ്റൊരു രീതിയിലേക്ക് മാറ്റുകയാണ്. അവൻ എഴുതും, അവൻ എഴുതുകയായിരിക്കും. ഇവിടെ ശ്രദ്ധിക്കുക, അവൻ എഴുതുന്നു, അവൻ എഴുതി, അവൻ എഴുതും. അവൻ എഴുതുകയാണ്, അവൻ എഴുതുകയായിരുന്നു, അവൻ എഴുതുകയായിരിക്കും. അവൻ എഴുതിയിട്ടുണ്ട്, അവൻ എഴുതിയിട്ടുണ്ടായിരുന്നു, അവൻ എഴുതിയിട്ടുണ്ടാകും. അവൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഒരു തുടർച്ചയായിട്ടുള്ളൊരു സംഗതിയായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അവൻ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു, അവൻ എഴുതിക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു തുടർച്ചയായ പ്രവൃത്തിയെ പ്രസന്റ് ആക്കി പറഞ്ഞിരിക്കുന്നു, പാസ്റ്റ് ആക്കി പറഞ്ഞിരിക്കുന്നു, ഫ്യൂച്ചർ ആക്കി പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇവിടെ ഞാൻ തന്നിരിക്കുന്ന ഈ 12 വാചകങ്ങളെ വളരെ വ്യക്തമായിട്ട്, ഇതിനൊരു അല്പം സമയമെടുക്കും, അല്പം ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ കൂടി ഈ ബുദ്ധിമുട്ടാണ് ടെൻസ് പഠിക്കാനുള്ള ബുദ്ധിമുട്ടെന്ന് പറയുന്നത്. ഇത് കൃത്യമായിട്ട് പഠിച്ച ഒരാളെ സംബന്ധിച്ച് ടെൻസ് പഠിക്കുക യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല. മാത്രമല്ല, ടെൻസ് പഠിക്കുന്നത് കേവലം പരീക്ഷയ്ക്ക് മാർക്ക് വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മത്സര പരീക്ഷകളിൽ വിജയിക്കുന്നതിന് വേണ്ടിയോ മാത്രമല്ല, ഇത് ഭാഷ പഠിക്കുന്നതിൻ്റെ കൂടി ഭാഗമാണ്. സ്പോക്കൺ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഏറ്റവും മനോഹരമായിട്ട് ഉപയോഗിക്കുന്നതിന്, തെറ്റുകൂടാതെ ഉപയോഗിക്കുന്നതിന് വേണ്ടി ഈ ടെൻസ് പഠനം നിങ്ങൾക്ക് ഗുണം ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ ഈ മലയാളത്തിലൂടെ ഇത് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഈ സെൻറ്റൻസുകളെ 1 മുതൽ 12 വരെയും, ഇനി അത് പുറകോട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റണം. അത്രയും ഫ്ലുവൻ്റ് ആയിട്ട് നിങ്ങളത് പഠിക്കേണ്ടതുണ്ട്. അത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ അവൻ എന്നതിന് പകരം നിങ്ങൾ ഈ സബ്ജക്റ്റിനെ മാറ്റി പറയുക. അവളെന്നാക്കാം. അവൾ എഴുതുന്നു, അവൾ എഴുതുകയാണ്, അവൾ എഴുതിയിട്ടുണ്ട്. ഈ അവൾ എന്നുള്ളത് അവരാക്കാം. അവർ എഴുതുന്നു, അവർ എഴുതുകയാണ്, അവർ എഴുതിയിട്ടുണ്ട്. അവർ എന്നതിന് പകരം നിങ്ങൾക്ക് ഏതെങ്കിലും പേരാക്കാം. അല്ല, സുരേഷ് എഴുതുന്നു, സുരേഷ് എഴുതുകയാണ്. രമേശ് എഴുതുന്നു, രമേശ് എഴുതുകയാണ്. പേരുകൾ മാറ്റി പറയാം. ഇനി അതുമാത്രമല്ല, ഈ എഴുതുന്നു എന്ന് പറയുന്ന പ്രവൃത്തി നിങ്ങൾക്ക് മാറ്റി പറയാം. അവൻ പാടുന്നു, അവൻ പാടുകയാണ്, അവൻ പാടിയിട്ടുണ്ട്, അവൻ പാടിക്കൊണ്ടിരിക്കുകയാണ്, അവൻ പാടി, അവൻ പാടുകയായിരുന്നു, അവൻ പാടിയിട്ടുണ്ടായിരുന്നു, അവൻ പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു, അവൻ പാടും, അവൻ പാടുകയായിരിക്കും, അവൻ പാടിയിട്ടുണ്ടാകും, അവൻ പാടിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഇങ്ങനെ വളരെ വ്യത്യസ്തമായിട്ടുള്ള സബ്ജക്റ്റുകളും വ്യത്യസ്തമായിട്ടുള്ള വെർബുകളും മാറ്റി പറയുക. ഇത് ഒരു പാട്ട് പാടുന്നത് പോലെ മനോഹരമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനകത്ത് ഈ 12 സെൻറ്റൻസുകളുടെ ഘടനയും ഉറച്ചു കഴിഞ്ഞാൽ, ഫ്ലുവൻ്റ് ആയി കഴിഞ്ഞാൽ, നിങ്ങൾ ടെൻസ് പഠിക്കാനുള്ള ക്വാളിഫിക്കേഷൻ നേടി എന്നാണ് അർത്ഥം. അപ്പോൾ ഈ 12 വാചകങ്ങളും വൃത്തിയായിട്ട് പഠിക്കുന്ന ഒരാൾക്ക് അടുത്ത വീഡിയോയിലേക്ക് പോകാം. അവിടെ നമ്മൾ എങ്ങനെയാണ് ടെൻസ് പഠിക്കുന്നത് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഈ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.